ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിയ പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യമേ പറയാണ്, ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ട് കുറേ ലേറ്റായിപ്പോയൊരു വീഡിയോ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ലാസ്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് കോഴിക്കോടേക്ക് വരുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ ഇതിന് ഞങ്ങൾ ലാസ്റ്റ് ഡേ ട്രിവാൻഡ്രത്തെ ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന തിരക്കും അതുപോലെ ബർത്ത്ഡേയുടെ ഒക്കെ തിരക്കുകളായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ബിയക്കുട്ടിനെ എണീപ്പിച്ചു. രാവിലെ തന്നെ അമ്മ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കുമായിരുന്നു. അമ്മ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഇങ്ങനെ പാർസലായിട്ട് കെട്ടിത്തരുമായിരുന്നു. കാരണം വാവ ഉള്ളതുകൊണ്ട് ട്രെയിനിലെ ഫുഡൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഫുഡെല്ലാം കുറേയൊക്കെ രാത്രി ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് രാവിലെ ദോശ ലൈവായിട്ട് ചുട്ടിട്ട് എല്ലാം കെട്ടി അമ്മ തന്നെയാണ് തന്നു വിട്ടത്. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കോഴിക്കോടേക്ക് പോകുന്ന ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. രാവിലെ തന്നെ അമ്മ നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ പാർസൽ ചെയ്യുവാണ്. ഇതുകൊണ്ട് പൊതിച്ചോറൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. അപ്പം രാവിലെ തന്നെ ജബിയക്കുട്ടിനെ ഉറക്കത്തിപ്പിച്ചിന്നൊക്കെ എണീപ്പിച്ചു. ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഭയങ്കര ടയേർഡായി ഉറങ്ങുന്ന പോലെയാണ്. കണ്ണൊന്നും തുറക്കാതെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മളുടെ കൂടെ വർഷസാദിൻ്റെ അനിയത്തി നമ്മളുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ 6:20 ജനശതാബ്ദിക്കാണ് നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നത്. അതാകുമ്പോൾ ഒരു 3-3:30-4 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തും. അപ്പോൾ എന്താണ്, നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു വെച്ചു. എല്ലാവരും ഇനിയിപ്പോൾ ഡ്രസ്സ് ചെയ്യണം, ഒരുങ്ങണം. അങ്ങനെ ബിയക്കുട്ടിനെ ഒരുക്കാനുണ്ട്. ബിയക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റിയത് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നിട്ട് കണ്ടില്ലേ, നല്ല ഉറക്കത്തിലായിരുന്നു ബിയക്കുട്ടി. അങ്ങനെ എന്തായാലും ഞങ്ങളെല്ലാവരും ഒരുങ്ങി. ഞങ്ങൾ 3 പേരുമാണ് പോകുന്നത്. കാരണം ഇത്രയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറേ ലഗേജ് ഉണ്ടായിരുന്നു. അത്രയും ദിവസം ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്നതിൻ്റെതും ഒക്കെ ആയിട്ട് വലിയൊരു ലഗേജ്. അവരുടെ കഴിഞ്ഞ ദിവസം ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം കോഴിക്കോട് സുന്ദർമഹലിൽ നിന്ന് എടുത്ത ഡ്രസ്സ് തിരിച്ചു കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതും എല്ലാം കൂടെ താങ്ങി പിടിച്ചിട്ടാണ് ഞങ്ങൾ കോഴിക്കോടേക്ക് പോകുന്നത്. അങ്ങനെ ഓട്ടോ വന്നു രാവിലെ തന്നെ. അതുകൊണ്ട് ബിയക്കുട്ടിനെയും കൊണ്ട് അമ്മ വന്നു. ബിയക്കുട്ടി നല്ല ഉറക്കിലായിരുന്നു, അവൾ എണീറ്റതേ ഇല്ല. ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് അമ്മ എടുത്തിട്ട് ടാബ് ബൈ. അമ്മ ഉടനെ തന്നെ കോഴിക്കോടേക്ക് തിരിച്ചു വരുന്നുണ്ട്. കാരണം ബിയമോളുടെ ബർത്ത്ഡേ കൂടാനായിട്ട്. ഞങ്ങൾ പോയി ഒരാഴ്ച കഴിയുമ്പോഴത്തേനും അമ്മ അങ്ങോട്ടേക്ക് ട്രിവാൻഡ്രത്തോട്ട് കോഴിക്കോടേക്ക് വരുന്നുണ്ടായിരുന്നു. ക്യാപ്പ് എടുക്കായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ യാത്ര തിരിച്ചു. അങ്ങനെ ഇതുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ട്രെയിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ലഗേജുള്ള കാരണം ഒരു പോർട്ടറെ വിളിച്ചിട്ട് നമ്മളുടെ ലഗേജൊക്കെ ഒന്ന് നമ്മളുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആൾ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചിരുന്നു. അല്ലാതെ ഞങ്ങൾ ചുമന്നുകൊണ്ട് പോകുമായിരുന്നെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ സ്റ്റെപ്പെല്ലാം കയറി പോകണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പം ആളെ കിട്ടിയതൊക്കെ ഒത്തിരി സന്തോഷം. രാവിലെ തന്നെ മറ്റേത് ഞങ്ങൾ മുഷിഞ്ഞു പോയേനെ, ലഗേജ് തൂക്കിയിട്ട് അത്രയും ലഗേജ് ഉണ്ടായിരുന്നു. അങ്ങ് ബിയക്കുട്ടി ഒരു അന്തയില്ലായിരുന്നു, നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു. പക്ഷേ ഇങ്ങനെ അവൾ കണ്ണൊക്കെ തുറന്ന് എവിടെയോ പോകാമെന്നുള്ളൊരു പ്ലാനിലൊക്കെ അവളിങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് എന്താ ഏതാവസ്ഥ എന്നൊക്കെ. പിന്നെ അങ്ങോട്ടേക്ക് കളിയായിരുന്നു. പിന്നെ അവളുടെ ഉറക്കമൊക്കെ ഒന്ന് മാറി ഇങ്ങനെ വന്നു. ഞങ്ങൾ ട്രെയിനിൽ വന്ന് ട്രെയിൻ കയറിയപ്പോഴും ഒക്കെ അവൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. പിന്നെ ടയേർഡായിട്ട് വീണ്ടും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവൾ കിടന്നുറങ്ങിയത്. പക്ഷേ നമ്മളുടെ കൂടെ വന്ന വർഷ ഭയങ്കര ടയേർഡായിരുന്നു. അവൾ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. കണ്ട സൈഡിലിരുന്ന് ഭയങ്കരമായിട്ട് ആവി വിടുന്നുണ്ട്. മാത്രമല്ല അവൾ നല്ല ഉറക്കിലായിരുന്നു. എന്താ പറയുക, അവൾക്ക് കാരണം തലേന്ന് രാത്രി ഞങ്ങൾ ലഗേജ് പാക്ക് ചെയ്യുന്നു അതും ഇതൊക്കെ ആയിട്ട് ഉറക്കം കിട്ടിയിട്ടില്ല നേരെ ചൊവ്വേ. ഞങ്ങൾ വിചാരിച്ചെന്തായാലും യാത്ര കഴിഞ്ഞിട്ട് കോഴിക്കോട് എത്തിയിട്ട് നല്ലപോലെ കിടന്ന് ഉറങ്ങാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. എന്നാലും ടാറ്റ നമ്മുടെ ലഗേജ് ഈ കാണുന്ന ബാഗ് മുഴുവൻ നമുക്ക് ഇതിൽ അവരുടെ ഡാൻസിൻ്റെ ഡ്രസ്സ്,
അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങളുടെ സീറ്റിലൊക്കെ ഇരുന്നു. സീറ്റിലെന്ന് പറഞ്ഞാൽ സഹദിൻ്റെ സീറ്റ് ഞങ്ങളുടെ അടുത്തായിരുന്നില്ല, വേറൊരു സ്ഥലത്തായിരുന്നു. 2 സീറ്റ് ഒരുമിച്ചും. അതുകൊണ്ട് ഞങ്ങൾ ലഗേജെല്ലാം മുകളിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു. ഒത്തിരി ലഗേജിലുണ്ട്. ഒരു ബാഗ് വരുന്ന എന്താ പറയുക കയറുന്ന ഡോറിൻ്റെ ആ സൈഡിൽ തന്നെ വെച്ചു കിട്ടും. അത് ഇതിൻ്റെ മുകളിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് സുന്ദർമഹലിലെ കവർ. അപ്പോൾ കയറിയപ്പം തൊട്ടേ വർഷം കൊണ്ട് നല്ല കളിയായിരുന്നു. ഞങ്ങൾ മറ്റേ സ്ലീപ്പറായിരുന്നു ഉദ്ദേശിച്ചത്. കാരണം ഇങ്ങനെ ഈ ഒരു സീറ്റ് ആയതുകൊണ്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കോഴിക്കോട് വരെ ഇരിക്കാനുള്ളതുകൊണ്ട് എന്തായാലും സാധ്യത ഞങ്ങളുടെ കൂടെ ഇരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സീറ്റിൽ വരുന്ന ആളെ നമുക്ക് അങ്ങോട്ടേക്ക് അവൻ്റെ സീറ്റിലോട്ട് പറഞ്ഞു വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ കോഴിക്കോടേക്കുള്ള യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും കുറച്ച് കാലം കോഴിക്കോടായിരിക്കും. കാരണം BMOളുടെ ബർത്ത്ഡേ ഒക്കെ നമുക്ക് അവിടെയാണ് ആഘോഷിക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നത്. അതുപോലെ എൻ്റെ കലോത്സവത്തിൻ്റെ ഒരുവിധം തിരക്കൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കോഴിക്കോടേക്ക്. അതുകൊണ്ട് BMOൾ ഒരു ഉറക്കം വീണ്ടുമായി. വർഷം അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതൊരു ഉറക്കം ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് നല്ല ഉറക്കമാണ് ആൾ. എല്ലാവർക്കും ടാറ്റ കൊടുക്കടി. അങ്ങനെ ഏകദേശം എറണാകുളമൊക്കെ എത്തിയപ്പോഴത്തേനും ഒത്തിരി കോളേജ് പിള്ളേർ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിലൊക്കെ. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര്, കോളേജ് പിള്ളേഴ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു. അതിൽ കുറച്ച് നമ്മുടെ കുട്ടി ഫാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അവർ വാവനെ കണ്ട് നമ്മളൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷത്തിൽ വാവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വാവനെ എടുത്ത് ഒത്തിരി സമയം അവർ നമ്മളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നി അവരങ്ങനെ വന്ന് കണ്ടപ്പം. അതുപോലെ തന്നെ അവിടെ ട്രെയിനിലുള്ള BMOളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സീറ്റിലൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടും അവിടെയുള്ള ഫാമിലീസിനോടൊക്കെ ഭയങ്കര കളിയായിരുന്നു. ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ആയിട്ട് അവൾ കരച്ചിലും പിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു അവൾ ആ ഒരു യാത്ര കേട്ടോ. ഇവർ കോളേജ് പിള്ളേർ എല്ലാവരും കൂടെ ഗോവയിലോട്ട് എന്തോ പോവുമായിരുന്നു. അങ്ങനെ അവർ നമ്മളെ കണ്ട് അവർക്ക് ഒത്തിരി സന്തോഷമായി. അവർ നമ്മുടെ കൂടെ സെൽഫി എടുത്തു. അങ്ങനെ വാവനെ ഒത്തിരി സമയം കളിപ്പിച്ചിരുന്നു. അങ്ങനെ അവർ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ബൈ പറഞ്ഞ് ഫോണില്ല. പിള്ളേർ ഒത്തിരി സമയം ഇങ്ങനെ അവരുടെ കുറേ സമയം നമ്മളുടെ കൂടെ നിന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്കായപ്പം ഇതുകൊണ്ട് അമ്മ കൊണ്ടുവന്ന ഫുഡ് നമ്മളിതുകൊണ്ട് ചോറ് കഴിക്കാൻ പോവായിരുന്നു. അമ്മ കെട്ടിത്തന്ന പൊതിച്ചോറ്. അങ്ങനെ നമ്മൾ 3 പേർക്കും ഉണ്ടായിരുന്നു പൊതി. കറിയെല്ലാം ഒരു പാത്രത്തിലും ചോറ് മാത്രം വേറെ 3 പൊതിയാക്കി അങ്ങനെയായിരുന്നു അമ്മ പൊതിഞ്ഞ് തന്നെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്.
അങ്ങനെ ഇതുകൊണ്ട് നമ്മൾ കോഴിക്കോട് ഇറങ്ങി വീട്ടിലോട്ട് നമ്മുടെ ഒരു ഓട്ടോ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദർ മഹലിൽ പോയിട്ട് ഞാൻ ആ ബാഗും ലഗേജെല്ലാം സുന്ദർ മഹലിൽ കൊടുത്തിട്ടാണ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി. നല്ലൊരു ജേണി ആയിരുന്നു ഈ ഒരു ട്രെയിൻ യാത്ര കേട്ടോ. ഒത്തിരി പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തു. അങ്ങനെ നമ്മളിവിടെ വീട്ടിലെത്തി. പറ ഹലോ, വീട്ടിലെത്തി. പറ നമ്മൾ നമ്മുടെ പഴയ വീട്ടിലെത്തി. ഭീമോൾ ആദ്യം വന്ന് വീട്ടിലെത്തിയോയ്. അമ്മാമ്മനൊക്കെ വിട്ടിട്ട് ഇവിടെ കോഴിക്കോട് വന്നോയ്. ഹായ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പണികളുണ്ട് ഇഷ്ടം പോലെ. ഇതെല്ലാം സാധനങ്ങൾ അതെല്ലാം ഒതുക്കിയിട്ട് വേണം ഇനിയിപ്പോൾ കുളിച്ച് മാറ്റി വാവനെ ഉറക്കണം. ഓരോരോ പണികളുണ്ടല്ലേ. ടാറ്റാ ബൈ ബൈ പറ. ടാറ്റാ. അത് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ പറ. ടാറ്റാ.